ഹലോ ഗായ്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത് എന്നതാ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടിട്ടാണ് കേട്ടോ. ഇത് ശ്രീശൈലത്തിൽ ആദ്യമായിട്ട് വിരിഞ്ഞ താമരപ്പൂവാണ് കേട്ടോ. കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇവിടെ ഒരു മൊട്ടും കൂടി ഇരിപ്പുണ്ട്. അങ്ങനെ കണ്ണിന് കുളിർമേകിയ കാഴ്ച കണ്ടാണ് കേട്ടോ ഇന്നത്തെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതുപോലെ നമുക്ക് ഫുഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. രാവിലത്തെ കാപ്പി വന്നിട്ട് ബൂരിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ബൂരി. ബൂരി മാത്രമല്ല, ബൂരിയുടെ കോമ്പിനേഷൻ ആയിട്ട് നല്ല മുട്ടക്കറി ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ സ്പെഷ്യൽ ബൂരിയും നല്ല മുട്ടക്കറിയും കഴിച്ച് നമുക്ക് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഒരു 11 മണിയായപ്പോൾ അമ്മ നല്ല പഴുത്ത മാങ്ങയുടെ ജ്യൂസൊക്കെ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട്. അതിനിടയിലുള്ളൊരു വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അപ്പം നല്ല വറ്റിച്ച മീനും മരിച്ചിനിയായിട്ട് നല്ലൊരു ലഞ്ചായിരുന്നു. ലഞ്ച് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ചും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ഈവനിങ് 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ താമര കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ വിടർന്നായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ആയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മൊട്ടുപോലായിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വേറൊരു മൊട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഒരു മൊട്ട് വന്ന കാര്യം പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇപ്പം നമ്മളുടെ ഇതിൽ 2 മൊട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം മഹാദേവ ക്ഷേത്രത്തിൽ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ കരുതി എന്തായാലും ഇന്ന് തന്നെ ക്ഷേത്രം വരെ ഒന്ന് പോകാമെന്ന്. കാരണം ഇനി അങ്ങോട്ട് മാസമായി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും മഹാദേവ ടെമ്പിളിൽ കഴക്കൂട്ടത്താണ് കേട്ടോ പോകുന്നത്. അതോടൊപ്പം കൊടവൂർ ക്ഷേത്രത്തിലും അമ്മൻകോവിലും പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ താമര അമ്മ മുറിക്കുകയാണ് കേട്ടോ. കാരണം അമ്മ ഈ താമര നട്ട സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പൂ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുകൊടുക്കും. അങ്ങനെ നമ്മൾ താമര പൂവിനെയൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. കൊടുക്കാനാണ് നമ്മൾ അമ്പാടിക്കുന്നേ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ താമര മുറിക്കലിനോട് താല്പര്യമില്ലായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണല്ലോ, നല്ല രസമാണല്ലോ ഇതൊക്കെ വിരിഞ്ഞ് നിൽക്കണ കാണാൻ. പിന്നെ അമ്മയും പറഞ്ഞത് അമ്മ ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ അതോടൊപ്പം നമ്മൾ ഇതിർപ്പൂവായിട്ട് രാമതുളസി, നമ്മുടെ വീട്ടിൽ ശരിക്കും രാമതുളസി ഉണ്ട് കേട്ടോ. അപ്പോൾ രാമതുളസിയും കൂടെ കുറച്ച് പറിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ സാധാ കൃഷ്ണ തുളസിയും പിന്നെ ശംഖുപുഷ്പമൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതുപോലെ ഒന്നേ തുളസിക്ക് മാല കെട്ടിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ ഇതുപോലെ ഇതിർപ്പൂവൊക്കെ കൊണ്ടുപോകും കേട്ടോ. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ മാല കെട്ടി കൊടുക്കാനും ഇതുപോലെ ചെടിയൊക്കെ ക്ഷേത്രത്തിൽ കൊടുക്കാനും. അങ്ങനെ നമ്മൾ കൊളങ്ങര കൃഷ്ണസ്വാമി ക്ഷേത്രം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുളത്തിൽ ശരിക്കും മീനും അതോടൊപ്പം ആമയുണ്ട് കേട്ടോ. പോയ ടൈം നല്ലൊരു ടൈമായിരുന്നു, കാരണം അവിടെ ഇങ്ങനെ അഖണ്ഡനാമമൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാഴ്ച ഈ ഒരു അപ്പൂപ്പനെ നിങ്ങൾ കണ്ടോ? ഈ അപ്പൂപ്പൻ നമ്മൾ അവിടെ നിന്ന് അഖണ്ഡനാമം ചൊല്ലിക്കൊണ്ടിരുന്ന എല്ലാവർക്കും കൈനീട്ടമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഈ അപ്പൂപ്പനെ കാണുന്നത് തന്നെ. പരിചയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത്രയും വയസ്സായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. ഇപ്പം പൈസ കിട്ടുന്നതിലല്ല കാര്യം, എന്നിരുന്നാലും ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ നമ്മൾ നേരെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി, അത് കഴിഞ്ഞ് കൊടവൂര് പോയി. അതിനുശേഷം നമ്മൾ അമ്മൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ 6:30 കഴിഞ്ഞിട്ടാണ് വീട് എത്തിയത്. ആ ടൈമിൽ വീട്ടിൽ വിളക്ക് എത്തിക്കാൻ ടൈമായി. പിന്നെ അമ്മ നേരെ വന്ന് വിളക്ക് എത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ നിലവിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ആ മനുഷ്യനെ ആലോചിക്കുമ്പം ദൈവം വേഷം മാറി വന്ന് നമുക്ക് കൈനീട്ടം തന്നതാണോ എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. കാരണം അപ്പൂപ്പന് 90 വയസ്സായി. അപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അടുത്തൊക്കെ മക്കളുണ്ട്, എന്നാലും അപ്പൂപ്പൻ ഒറ്റയ്ക്കാണ്, ഭാര്യ മരിച്ചു എന്നൊക്കെ അപ്പൂപ്പൻ ഇങ്ങനെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നവർക്ക് മുന്നേ അപ്പൂപ്പനെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ അപ്പൂപ്പനെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയ ആ പൂക്കൾ ദൈവത്തിന് ചാർത്തി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മളിങ്ങനെ പൂ അവിടെ വച്ച സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ താമര പൂ ഒന്ന് ചാർത്തി കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ തിരുമേനി വന്ന് ആ പൂവ് എടുത്ത് കൃഷ്ണൻ്റെ നെഞ്ചോട് ചേർക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പല സന്തോഷം അമ്മയ്ക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ എനിക്കിങ്ങനെ കൂരവൊക്കെ കാച്ചി തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൂരവ് ഇപ്പോൾ വെള്ളമായിട്ടാലും കട്ടിയായിട്ടാലും കുടിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പണ്ടേ എനിക്ക് കൂരവ് കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അച്ഛനും അമ്മയും ചായയും കുടിച്ചു. ഇങ്ങനെ ആ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഞാൻ ചായ കുടിക്കാറില്ല, മനഃപൂർവ്വം കുടിക്കാത്തതല്ല. ഞാൻ ഭയങ്കര ഒരു ചായ ഫാനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ചായ കുടിക്കുമ്പോൾ വൊമിറ്റിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചായ ഇപ്പോൾ കുടിക്കാത്തത്. അപ്പോൾ ഞാൻ അതിന് പകരം ഇങ്ങനെ ലൈറ്റായിട്ട്, രാത്രി ലൈറ്റായിട്ട് ഇതുപോലെ കൂരവൊക്കെ കുടിക്കാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കിടക്കാറായപ്പോൾ ഞാനൊരു ഗ്ലാസ് പാൽ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ മദർ പ്ലസും കൂടെ ആഡ് ചെയ്ത പാലാണ്. എക്സ്ട്രാ ഷുഗറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, ആ ഒരു പൊടി മാത്രം ഇട്ടിട്ടുള്ള പാലാണ് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.